കെപിസിസി അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. എംപിമാരുടെ പേരുകളും പരിഗണനയിലുണ്ടെന്നാണ് വിവരം. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. എംപിമാരുടെ പേരുകളും ഉണ്ടാകുമെന്നൊരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി AICC നേതാക്കളുമായി KPCC അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ ചർച്ച നടത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നേരത്തെയുള്ള ഒരു അനുഭവമുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സമയത്ത് VM സുധീരൻ KPCC അധ്യക്ഷനായിരുന്നു. അന്ന് VM സുധീരൻ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറിയെന്നൊക്കെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഇത്തവണ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആലോചിച്ച് ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്തണം എന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ആഴ്ച തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് എത്തുന്നത്. ഒപ്പം ചില കേന്ദ്രമന്ത്രിമാരെ കൂടെ കാണുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ദേശീയപാത ഒപ്പം തന്നെ തുറമുഖം ഇത്തരം കാര്യങ്ങളിൽ ഉള്ള സർക്കാരിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ചർച്ചയുമായി പോകാനും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കേന്ദ്രമന്ത്രിമാരെ കൂടി കാണാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തന്നെയാണ് AICCയുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി വിദേശത്തുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടുന്ന സംഘമായിരിക്കും കേരളത്തിലെ അധ്യക്ഷനെ കണ്ടെത്തുക. ഇതിൽ എംപിമാർ ഉൾപ്പെടെ ഏകദേശം 10-ലധികം ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ ആൻഡോ ആൻ്റണി, ഇതുകൂടാതെ MLA-മാരായ മാത്യു നടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളും KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്നൊരു ആവശ്യം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരുടെ പേര് പരിഗണിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും. AK ആൻ്റണി ഉൾപ്പെടെയുള്ളവരുമായി AICC നേതൃത്വം ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും PCC അധ്യക്ഷനെ തീരുമാനിക്കുക. നിലവിൽ ചില പഴയ KPCC അധ്യക്ഷന്മാരുടെ പേരുകൾ കൂടിയുണ്ട്. അതിൽ MM ഹസൻ്റെ പേരുണ്ട്, അതുകൂടാതെ AC ജോസഫിൻ്റെ പേരുണ്ട്. ഇവരെയൊക്കെ പരിഗണിക്കണം എന്നൊരാവശ്യവും ചില മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും AICC സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണം കിട്ടിയത്, അതായത് 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഭരണം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത്തരത്തിൽ ഉള്ള ഒരു അധ്യക്ഷനെ കണ്ടെത്താനായിരിക്കും പാർട്ടിയുടെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് AICC നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയപ്പെടുന്ന പേര് ബെന്നി ബെഹനാൻ്റെയും ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും ആൻഡോ ആൻ്റണിയുടെയും പേരുകളാണ്. ഈ 3 പേരും MPമാരാണ്. പക്ഷേ 2 പദവി എങ്ങനെ വഹിക്കുമെന്ന കാര്യത്തിലൊക്കെ നേരത്തെ ചർച്ച ഉയർന്നിരുന്നു. പക്ഷേ അത് പ്രശ്നമില്ല, ഇരട്ട പദവി അംഗീകരിക്കാം എന്ന തരത്തിൽ ചില നേതാക്കന്മാർ പറയുന്നുണ്ട്. അതേസമയം KPCC അധ്യക്ഷ പദവി വേണ്ട എന്ന് നേരത്തെ തന്നെ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. മന്ത്രിപദവും അതുപോലെ തന്നെ KPCC അധ്യക്ഷ പദവിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അത് ഭരണപരമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ PCC അധ്യക്ഷനെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടിയുണ്ട്. PCC അധ്യക്ഷനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെയും ഒക്കെ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അംഗങ്ങളെ തീരുമാനിക്കണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല. പുതുതായി എത്തുന്ന KPCC അധ്യക്ഷൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് എത്തുകയാണ് ഈ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം. ഇക്കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഭരണസ്തംഭനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം. പ്രത്യേകിച്ചും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെയൊക്കെ ചെയർമാൻമാർ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ആളുകളായിരിക്കും. അവരുടെ ഭരണപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയൽ നീക്കം നടക്കണം എന്നുണ്ടെങ്കിൽ ചെയർമാൻമാർ അവിടെയൊക്കെ എത്തിച്ചേരണം. നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻമാർ, അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ചെയർമാൻമാരെല്ലാം തന്നെ രാജിവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ ചെയർമാൻമാർ അധികാരമേൽക്കണം. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഒരു PCC അധ്യക്ഷൻ എന്ന ഇതിലേക്ക് ഇപ്പോൾ AICC നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നവർ. പക്ഷേ ഈ ആഴ്ച തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും KPCC അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയാണ്. എംപിമാരുടെ പേരുകളൊക്കെ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.